നേരത്തെ ആക്രിപെറുക്കികൾ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ ശേഖരിച്ച് നടക്കുന്നവരെന്നൊക്കെ പരിഹസിക്കുന്നവരുടെ വലിയ മാതൃകയാണ്. ഇപ്പൊ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനോ യുവമോർച്ചയ്ക്കോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പോലും കഴിയും. വയനാട്ടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓപ്പൺ ചെയ്ത ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആണ് ഈ കേരളത്തിലെ ഏറ്റവും ആദ്യം 25 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുന്നതല്ല, മറ്റു പല ആളുകൾ ചിലര് ഇത് കണ്ട് 30 വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, ചിലർ പറഞ്ഞ് 100 വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത് പ്രഖ്യാപിക്കുന്നതല്ല, വളരെ മാതൃകാപരമായ ഒരു ഇടപെടലിലൂടെ ഈ പണം സമാഹരിച്ച് കേരളത്തിൽ ആദ്യമായി 25 വീട് എന്ന് പ്രഖ്യാപിച്ച് 100 വീടിന്റെ പണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഡിവൈഎഫ്ഐ. യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ചു കൊടുക്കുന്നു പറഞ്ഞാണ്. ഇപ്പൊ അതിന്റെ ഒരു അഡ്രസ്. പ്രിയപ്പെട്ടവരെ, സ്വയം വിമർശനപരമായി തന്നെ തുടങ്ങുകയാണ്. ചാനലുകളിൽ പ്രസംഗിച്ചും റീലുകളിലിട്ടും രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള പലർക്കും ഡിവൈഎഫ്ഐ എന്ന് ചെയ്തിട്ടുള്ള മഹത്തായ പ്രവൃത്തി അളക്കാൻ തന്നെ കഴിയും. എൻ്റെ ഒപ്പം ഉള്ളത് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി BP ശരത് പ്രസാദാണ്. കേരളത്തിൽ 20,44 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി കൈമാറിയത്. തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ജില്ലയിൽ ഏറ്റെടുത്തത്. ഈ ജില്ലയിൽ 3 ആഴ്ച കൊണ്ട്, കേവലം 21 ദിവസം കൊണ്ട് 1,62 ലക്ഷം രൂപയാണ്. 62 ലക്ഷം കൃത്യമായി പറഞ്ഞാൽ 1,62,88,231 രൂപയാണ് ഒരാളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാതെ പൂർണ്ണമായും മനുഷ്യാധ്വാനം കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചലഞ്ചുകളിലൂടെയാണ് ഈ പണം ഈ ജില്ലയിൽ ശേഖരിച്ചത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പ്രധാനമായിട്ടും പാഴ്വസ്തുക്കൾ ശേഖരിച്ചു. കടലാസും അതുപോലെ തന്നെ പഴയ ഇരുമ്പ്, മറ്റേ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്നും ലഭിച്ചു വരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചലഞ്ചുകൾ, ഇപ്പൊ ബിരിയാണി ചലഞ്ചുകൾ, പായസം ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനം. അതുപോലെ തന്നെ നിരവധി കുട്ടികളാണ്, കൊച്ചുകുട്ടികൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഈ ചലഞ്ചിലേക്ക് സംഭാവന ചെയ്യുന്ന ജില്ലയിലും അങ്ങനെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിരവധി കുട്ടികൾ. ഇപ്പോ എന്റെ തന്നെ കുടുംബാംഗങ്ങൾ ഇതിലേക്ക് സംഭാവന നൽകി. എന്റെ മാത്രമല്ല, ഈ നിരവധി ജില്ലാ കമ്മിറ്റി മെമ്പർമാരുടെ കുടുംബാംഗങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സംഭാവന നൽകി. ഈ ജില്ലയിലെ നിരവധി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, കുടുംബാംഗങ്ങളൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഇതിലേക്ക് സംഭാവന നൽകി. ഇപ്പോ ഇരിങ്ങാലക്കുടയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിലേക്ക് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഒരു അമ്മൂമ്മ അവരുടെ ഒരു മാലയാണ്, ഏകദേശം വരുന്ന സ്വർണ്ണമാല അതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ടായി. പിന്നെ ഇതുപോലെ തന്നെ റംബൂട്ടാൻ പറിച്ച് വിൽപ്പന നടത്തുന്ന ഒരു പ്രവർത്തനം, മത്സ്യം പിടിച്ച് വിൽക്കുന്ന പ്രവർത്തനം, മത്സ്യക്കടകൾ, അതായത് മീൻ വിൽക്കുന്ന മീൻ മാർക്കറ്റുകൾ. ഇപ്പൊ ഈ അയ്യന്തോള് ഡിവൈഎഫ്ഐയുടെ മേലായിട്ട്, അഴീക്കോട് ഡിവൈഎഫ്ഐയുടെ മേലെ മത്സ്യക്കച്ചവടം നടത്തുന്ന പ്രവർത്തനം. ഇതുപോലെ തന്നെ അച്ചാറ് വിൽപ്പന, അച്ചാറ് വാങ്ങിച്ചുകൊണ്ട് അത് വിൽപ്പന പോകും, മുണ്ട് അത് വാങ്ങിച്ച് വിൽക്കുന്ന പ്രവർത്തനം. വ്യത്യസ്തങ്ങളായിട്ടുള്ള പച്ചക്കറികൾ, ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് സരോജ് ശ്രീലാലിന്റെ നേതൃത്വത്തിൽ പച്ചക്കറികൾ ശേഖരിച്ചുകൊണ്ട് അവിടെ ഇരിങ്ങാലക്കുടയിൽ അത് വിൽപ്പന നടത്തുന്ന. ഇപ്പോ അന്യ സംസ്ഥാനത്ത് പോയി, മറ്റു സംസ്ഥാനങ്ങളിൽ പോയി, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോയി വില കുറവ് പച്ചക്കറി എടുത്തു കൊണ്ടുവന്ന് കിറ്റുകളാക്കി അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. പല ആളുകൾ അവരുടെ പെൻഷന്റെ ഒരു വീതം ഇതിന് നൽകുന്ന പ്രവർത്തനം, ചിലർ അവരുടെ ശമ്പളത്തിന്റെ ഒരു വീതം ഇതിന് നൽകുന്ന പ്രവർത്തനം. അപ്പൊ ഒരു റെസീറ്റും ഉപയോഗപ്പെടുത്താതെ 3 ആഴ്ച കൊണ്ട് ഈ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മനുഷ്യാധ്വാനം കൊണ്ട്, ഇപ്പൊ ചില തൊഴിലുകൾക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന പ്രവർത്തനം, ചില പെയിന്റിംഗ് ജോലികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ കാറ്ററിംഗ് ജോലികൾക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇവിടെ എനിക്ക് ഏറ്റവും ആവശ്യകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ പീച്ചിയിൽ ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ കമ്മിറ്റിയുടെ ഒരു സഹഭാരവാഹിയായിരുന്ന രതീഷ്, അയാളുടെ കുടുംബം 30 സെന്റ് സ്ഥലം ഈ ക്യാമ്പയിനിലേക്ക് സംഭാവന. ഞങ്ങള് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നാണ് സ്ഥലം ഏറ്റുവാങ്ങുന്നത്. അത് പീച്ചിയിൽ തന്നെയാണോ ഈ സ്ഥലം ഉള്ളത്? ഇടുക്കിയിലാണ്. അപ്പോ അവരുടെ വീട് പീച്ചിയിലാണ്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോ അവരുടെ വീട് പോലും കാര്യമായി ഒരു വാസയോഗ്യമായിട്ടുള്ള അത്ര നല്ലൊരു അടച്ചുറപ്പുള്ള വീടല്ല. അവർക്ക് വേണമെങ്കിൽ ഇത് വിറ്റ് എന്ത് ചെയ്യാം, നല്ലൊരു വീട് പണിയും. പക്ഷെ അവര് ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ ക്യാമ്പയിനിലേക്ക്, വയനാടിനെ സഹായിക്കാനുള്ള ഈ ക്യാമ്പയിനിലേക്ക് സംഭാവന ചെയ്യുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിക്കേണ്ടായി. ഈ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോ ഡിവൈഎഫ്ഐയുടെ ചാവക്കാട് ബ്ലോക്ക് 20 ലക്ഷം രൂപയിലധികം ഈ ക്യാമ്പയിനിലേക്ക്, 21 ദിവസം കൊണ്ട് 20 ലക്ഷം രൂപയിലധികം ഈ ക്യാമ്പയിനിലേക്ക് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി ഏകദേശം ഒരു 19 ലക്ഷം രൂപയിലേക്ക് സംഘടിപ്പിക്കും. മണ്ണുത്തിയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി ഏകദേശം ഒരു 10-12 ലക്ഷം രൂപയിലേക്ക് ഈ ക്യാമ്പയിനിലേക്ക് സംഘടിപ്പിക്കും.
ഞാൻ പറഞ്ഞ ഈ 1,62,00,000 പുറമെയാണ് ഈ 30% സ്ഥലം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അകമഴിഞ്ഞ പിന്തുണയാണ് ഈ ക്യാമ്പയിനിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ വയനാടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ തൃശ്ശൂർ ജില്ലയിലുള്ള സന്മനസ്സുള്ള മനുഷ്യർ. സ്ഥലത്ത് ഇത് 3 ആഴ്ച എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ജോലിക്ക് പോകുന്ന യുവാക്കൾ തന്നെയായിരിക്കും ഇവരൊക്കെ. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് വയനാട്ടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓപ്പൺ ചെയ്ത ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ആണ് ഈ കേരളത്തിലെ ഏറ്റവും ആദ്യം 25 വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന പ്രഖ്യാപനം. അത് പ്രഖ്യാപിക്കുന്നതല്ല. മറ്റു പല ആളുകൾ ചിലര് ഇത് കണ്ട 30 വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, ചിലര് പറഞ്ഞ് 100 വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത് പ്രഖ്യാപിക്കുന്നതല്ല. വളരെ മാതൃകാപരമായ ഒരു ഇടപെടലിലൂടെ ഈ പണം സമാഹരിച്ച് കേരളത്തിൽ ആദ്യമായി 25 വീട് എന്ന് പ്രഖ്യാപിച്ച് 100 വീടിന്റെ പണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഡിവൈഎഫ്ഐ. കേരളത്തിൽ പണം കൈമാറി തീർച്ചയായും തൃശ്ശൂർ ജില്ല മാതൃകാപരമായ ഒരു സംഭാവന അതിൽ നൽകിയിട്ടുണ്ട്. കാരണം സമയബന്ധിതമായി 3 ആഴ്ച കൊണ്ട് സെപ്റ്റംബർ മാസം 3-ാം തീയതി ആ ക്യാമ്പയിൻ പൂർത്തീകരിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വി വസീഫ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഇത് നൽകിക്കൊണ്ട് ഏറ്റുവാങ്ങുന്നത് വളരെ വലിയ അനുഭവം നമുക്കുണ്ട്. പല കുട്ടികളും, ചെറിയ ചെറിയ കുട്ടികൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഉരുത്തരുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു? എനിക്ക് പൊതുവെ തൃശ്ശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐ വനിതാ പ്രവർത്തനങ്ങൾ കുറവാണെന്നാണ് എന്റെ ഒരു ധാരണ. എന്ത് പറയുന്നു നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ ജില്ലയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് വനിതാ സഹായികളാണ്. വളരെ സജീവമായി ഈ പ്രവർത്തനങ്ങളും നല്ലതുപോലെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ള വനിതാ സഹായികൾ പല ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാനും പല ചലഞ്ചുകൾ ഏറ്റെടുക്കാനും അതിന്റെ ഭാഗമായി പണം സമാഹരിക്കാനൊക്കെ പുരുഷന്മാരോടൊപ്പം തന്നെ വനിതാ സഹാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ജില്ലയിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുന്ന സഖാവ് ഗിരീഷ്മ ചെയ്തു. വനിത ഇവിടുന്ന് 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. സുകന്യ ബൈ, മറ്റൊന്ന് കേരള കോളേജ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഫസീല വരവ്. ഇവരൊക്കെ ഈ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ലീഡർമാരാണ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഈ ജില്ലയിലേക്ക് പ്രവർത്തനമാണ് നടത്തുന്നത് ഏറ്റെടുത്തിട്ടുണ്ട്. ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ്മാരായി പ്രവർത്തിക്കുന്ന വനിതകളാണ്. ഡിവൈഎഫ്ഐ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു വില്ലേജിലോ പഞ്ചായത്തിലോ ഒന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ കേരളത്തിൽ എല്ലാവരുടെയും ഒരു ഫോമാണ്. കേരളത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ, ഏറ്റവും അധികം പെൺകുട്ടികൾ പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനം അത് ഡിവൈഎഫ്ഐ ആണ്. തൃശ്ശൂരിലും ഡിവൈഎഫ്ഐ ആണ്, കേരളത്തിലും ഡിവൈഎഫ്ഐ. ടി ബൽറാമിനെ പോലെ രവനെ പോലെ പിന്നെയും അസംഖ്യം സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പലരും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വിമർശിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി തന്നെയാണ് അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ പറയുന്നത്. എന്താ പറയുന്നത് ഡിവൈഎഫ്ഐ? അല്ല, ഇത് നേരത്തെയുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കോവിഡ് വ്യാപനത്തിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിലേക്ക് വരുന്നതിൽ ഡിവൈഎഫ്ഐ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, യൂത്ത് കോൺഗ്രസിന് കോവിഡ് എന്തൊരു യൂത്ത് കെയർ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹമാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞല്ല. അദ്ദേഹം പറഞ്ഞത് ആ കെയർ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ അതുപോലെയല്ല, അവര് വർക്ക് ചെയ്ത് അവർ മാതൃക ഇന്ന് സാക്ഷാൽ രമേശ് ചെന്നിത്തല അംഗീകരിച്ചാണ്. ഇപ്പൊ ഇവരൊക്കെ അവരുടെ ഒരു നമ്മളുടെ എറണാകുളം നല്ല ബഷീർ ഇതൊക്കെ അവരുടെ കപട രാഷ്ട്രീയമുണ്ട്. അവർക്കൊന്നും ഒരിക്കലും അവരുടെ സംഘടനകൾക്കൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല. അപ്പൊ അവരുടെ അഭിനന്ദനമൊക്കെ നല്ലത്, നല്ല ജീവിതം നല്ലതെന്ന് പറയുന്നത് നല്ല കാര്യം. ശരത്ത് തുടക്കത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അനുകരിക്കാൻ പറ്റില്ല എന്നല്ല, സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഡിവൈഎഫ്ഐ ഇന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ. യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞാണ്. അതിന്റെ ഒരു അഡ്രസ്. താങ്ക് യു.